ഔസുൽ അഅ്ലം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ മുസ്ലിം ലോകം പ്രത്യേകമായി ഓർക്കുന്ന മാസമാണ് റബീഉൽ ആഖിർ. ജന്മം മുതൽ അവസാന നിമിഷം വരെ അള്ളാഹുവിന് പൊരുത്തപ്പെട്ട ജീവിതം നയിച്ച മഹൽ വ്യക്തിത്വമാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. ഔലിയാക്കളുടെ നേതാവാണ്, വലിയ പാണ്ഡിത്യത്തിന്റെ ഉടമയാണ്. വലിയ എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ഇൽമു ഉണ്ടായിരിക്കണം, പാണ്ഡിത്യമുള്ള ആളാവണം. അൽ വലിയു അൽ ആരിഫു ബില്ലാഹി ഹസ്ബ മാ യുംകിനു. വലിയ എന്ന് പറഞ്ഞാൽ പരമാവധി എല്ലാവിധ സൗകര്യങ്ങളും ഉപയോഗപ്പെടുത്തി എത്രത്തോളം സാധിക്കുമോ അത്രത്തോളം അള്ളാഹുവിനെ കുറിച്ച് പഠിച്ച വലിയ പണ്ഡിതൻ എന്നാണ് വലിയന്റെ നിർവചനം. ഈ വലിയുകളുടെ ഔലിയാക്കളുടെ ഒക്കെ മുഴുവൻ, എത്ര ഔലിയാക്കളുണ്ടോ ആ ഔലിയാക്കളുടെ ഒക്കെ മുഴുവൻ നേതാവാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ ദുനിയാവിൽ അവർക്ക് ഒന്നിനെയും പേടിയില്ല. വലാ ഹും യഹ്സനൂൻ. ആഖിറത്തിന്റെ കാര്യത്തിൽ അവർക്ക് യാതൊരു ടെൻഷനും ഇല്ല. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ അചഞ്ചലമായ വിശ്വാസമുള്ളവരാണ്. വകാനൂ യത്തഖൂൻ. സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരുമാണ്. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ. ദുനിയാവിലും അവർക്ക് സന്തോഷമാണ്, ആഖിറത്തിലും അവർക്ക് വലിയ സന്തോഷമാണ്. നമ്മളൊക്കെ സാധാരണക്കാരാണ്, നമുക്കൊക്കെ സാധാരണ നിലക്കുള്ള പല കഴിവുകളുമുണ്ട്. സാധാരണക്കാരന്റെ കണ്ണിന് സാധാരണ കഴിവാണെങ്കിൽ, സാധാരണക്കാരന്റെ കേൾവിക്ക് സാധാരണ കഴിവാണെങ്കിൽ, സാധാരണക്കാരന്റെ സംസാരത്തിന് സാധാരണ കഴിവാണെങ്കിൽ, അസാധാരണ വ്യക്തികൾക്ക് അല്ലാഹു അസാധാരണമായ കഴിവുകൾ തന്നെയാണ് നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി. എൻ്റെ അടിമ സുന്നത്തായ ഇബാദത്ത് കൊണ്ട് എന്നിലേക്ക് അടുക്കുകയാണ്. അങ്ങനെ അടിമ എന്നിലേക്ക് അടുത്തടുത്ത് വരുമ്പോ ഹത്താ ഉഹിബ്ബുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നതാണ്. അത്രത്തോളം അവൻ എന്നിലേക്ക് അടുത്തടുത്ത് വരുന്നതാണ്. അങ്ങനെ അവൻ എന്നിലേക്ക് അടുത്ത് വരുമ്പോ, ഞാൻ അവനെ പ്രിയം വെക്കുമ്പോ, വൈദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ സ്നേഹിച്ചാൽ, കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ഞാനാകുന്നതാണ്. വബസറഹുല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകുന്നതാണ്. വയദഹുല്ലദീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകുന്നതാണ്. വരിജ്ലഹുല്ലതീ യംശീ ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകുന്നതാണ്. വഇൻ സഅലനീ അഅ്തൈതുഹു, അവൻ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവന് നൽകുന്നതാണ്. വലഇൻ ഇസ്തഅദനീ ലഅഊദനഹു, അവൻ എന്നോട് കാവൽ ചോദിച്ചാൽ ഞാൻ അവന് കാവൽ നൽകുന്നതുമാണ്. അള്ളാഹുവിന്റെ ചില അടിമകളുണ്ട്, അവർ അള്ളാഹുവിലേക്ക് വല്ലാതെ അടുക്കുമ്പോ അവർ കേൾക്കുന്ന കേൾവിക്കും കാഴ്ചക്കും സംസാരത്തിനും ഞാൻ പ്രത്യേകമായ കഴിവ് കൊടുക്കുന്നതാണ്. കേട്ടിട്ടില്ലേ മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു? ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്. മഹാനവറുകൾ മദീനത്തെ പള്ളിയിൽ ഖുതുബ നിർവഹിക്കുകയാണ്. മഹാനരായ സാരിയ റളിയല്ലാഹു അൻഹു
നഹാവന്തിൽ ശത്രുക്കളോട് യുദ്ധം ചെയ്യുകയാണ്. ആ സമയത്ത് മദീനത്തെ പള്ളിയിൽ നിന്ന് ഉമർ തങ്ങൾ വിളിച്ചു പറയുന്നു, യാ സാരിയ അൽ ജബൽ, യാ സാരിയ അൽ ജബൽ. സാരിയ, പർവ്വതം ശ്രദ്ധിക്കണേ, പർവ്വതം ശ്രദ്ധിക്കണേ. മദീനത്തെ പള്ളിയിൽ ഖുതുബ നിർവഹിക്കുമ്പോ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറമുള്ള നഹാവന്തിൽ ശത്രുക്കളോട് പോരാടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പർവ്വതത്തിന്റെ പിറകിലൂടെ കയറി വരുന്നു ശത്രുക്കൾ. അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി സാരിയ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ തങ്ങൾ നിർദ്ദേശം നൽകുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് പവറുള്ള കണ്ണാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ സ്വരം കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് കേട്ട സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ കാത് അത് പവറുള്ള കാതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം കേട്ടത് കൊണ്ടാണ് ആ ശത്രുക്കളെ പരാജയപ്പെടുത്തി യുദ്ധത്തിൽ വിജയിച്ചത് എന്ന് മഹാനവറുകൾ പിന്നീട് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കൾക്ക്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് പ്രത്യേക കഴിവുകൾ നൽകും. അതിന് പരിധിയില്ല. യസ്മഉൽ ഖരീബ വൽ ബഈദ്, യുബ്സിറുൽ ഖരീബ വൽ ബഈദ്. അടുത്തുള്ളതും ദൂരെയുള്ളതും ഒരുപോലെ അവർക്ക് കാണാൻ കഴിയും. അടുത്തുള്ളതും ദൂരെയുള്ളതും ഒരുപോലെ അവർക്ക് കേൾക്കാനും കഴിയുന്നതാ.